ജീവിച്ചവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. ബിജുമോന് ലൗഡയിലൊരു അഡ്മിഷൻ ജെയിംസിന്റെ സ്വപ്നമായിരുന്നു. അവരിപ്പോ സീറ്റ് തരാമെന്ന് അറിയിച്ച സ്ഥിതിക്ക് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മരിക്കുന്നതിന് മുൻപ് അതിനുള്ള വഴിയും അവൻ കണ്ടുവെക്കണമായിരുന്നു. അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒരു 5 രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സ്കൂളിൽ തന്നെ ഇനി അവനെ അയക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് ഇവരിവിടെ കഴിയട്ടെ. മമ്മി, എന്നെ സ്കൂളിൽ വിടണം. സയൻസ് ക്ലാസ്സാ. കുട്ടിയെ വേഗം വിടാൻ ടീച്ചർ പറഞ്ഞു. ഇന്ന് സാറ്റർഡേ അല്ലല്ലോ പപ്പ? അല്ല, എന്തോ പെട്ടെന്ന് മോനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ പപ്പ? ഒന്നുമില്ല. മോൻ പറയാറുള്ളത് നേരാ. മമ്മി വെറും പാവ. മോൻ മമ്മി അനുസരിക്കണം. മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇനി ചിലപ്പോ പപ്പയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇനി മോനെ കാണാൻ തന്നെ ചിലപ്പോ പപ്പയ്ക്ക് വിഷമാവും. അതെന്താ പപ്പ? അത് നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. കണ്ണിനെന്ത് പറ്റി? ചിലപ്പോ ഉടനെ എന്തെങ്കിലും പറ്റും. പ്ലീസ് കം. ഇരിക്കൂ. താങ്ക് യു. നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. പലതവണ പിന്നാലെ നടന്നിട്ടും പിടിയേറാത്ത ആൾ ഇപ്പൊ പെട്ടെന്നൊരു പോളിസി എടുക്കാൻ. വളരെ അപകടമുള്ള ഒരു ജോലിയിലാണ് ഞാനിപ്പോ. സ്പെഷ്യൽ സ്ക്വാഡിൽ. വെടിവെപ്പ്, ബോംബേറ്, മരണം മുന്നിൽ കാണുന്നു. ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർക്ക് മെഡിക്കൽ ചെക്കപ്പ് കമ്പൽസറിയാണ്. നിങ്ങൾ എന്താ വേണ്ടെന്ന് പറഞ്ഞത്? വല്ല അസുഖവും? സർക്കാർ ജീവനക്കാർക്ക് 2 ലക്ഷം രൂപ വരെയുള്ള പോളിസിക്ക് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ലല്ലോ. ഇല്ല. അത് തന്നെ ഡബിൾ ആക്സിഡന്റ് ബെനിഫിറ്റ് സ്കീമിലാണെങ്കിൽ 4 ലക്ഷം കിട്ടില്ലേ? എല്ലാ നിയമങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഒരു സംശയമുണ്ട്, അറിയാൻ വേണ്ടി ചോദിക്കുക. ഈ പോളിസി എടുത്ത് 3-4 മാസത്തിനകം പല രോഗവും വന്ന് ആൾ മരിച്ചാൽ ഈ കാശ് തരുമോ? അതൊരു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് വിടും. മരണപ്പെട്ട ആൾക്ക് പോളിസി എടുക്കുന്നതിന് മുൻപ് തന്നെ രോഗം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ കാശ് കിട്ടില്ല. അയാളുടെ പ്രീമിയം വരെ നഷ്ടപ്പെടും. പിന്നെ ഒരു ആക്സിഡന്റിലാണെങ്കിൽ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ? നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഒരു ഏറ്റുമുട്ടലിൽ വെടിയേറ്റോ ബോംബ് പൊട്ടിയോ മരിച്ചാൽ 2 ലക്ഷത്തിന് 4 ലക്ഷം കിട്ടും. എന്നാ ഞാൻ ഇന്ന് തന്നെ ചേരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഫോമൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്തോളൂ, ഞാൻ ഒപ്പിട്ടുതരാം. ഓ യെസ്. എനിക്ക് വല്ലതും സംഭവിച്ചാൽ മുഴുവൻ തുകയും എൻ്റെ മോന് കിട്ടണം. ബിജുമോന്. How are you, Mr. James? കാലിലെ മുറിവെല്ലാം? I am perfectly all right, sir. See? ഇപ്പൊ കാലിന് മുമ്പത്തേക്കാൾ ശക്തി തോന്നുന്നു, സാർ. വെടിവെട്ടുമ്പം തിരിഞ്ഞോടാനുള്ള ശക്തി. Shut your bloody mouth, mister. Mr. James. Excuse me, sir. I cannot stand this. All right. എന്താ ജെയിംസ് വന്നത്? സാർ, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാം. ലീവ് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പത്രത്തിൽ വായിച്ചു, സാർ. ഈ തീവ്രവാദികളുടെ അക്രമം. നമ്മുടെ വെപ്പൺസ് അവർ പിടിച്ചെടുത്തു. എസ്കോർട്ട് ചെയ്ത കോൺസ്റ്റബിളിനെ വെടിവെച്ചു. നാട്ടിൽ അട്ടിമറി നടത്തുന്നത് പുറമെ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പോലീസ് ഓഫീസർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒക്കുമോ, സാർ? കറക്റ്റ്. ഈ സിറ്റുവേഷനിൽ 24 മണിക്കൂറും നമ്മൾ വിജിലന്റായി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സാർ, ഇയാളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. കഴിയും, പേടിച്ചോടാൻ. സാർ, ഈ ജാതി ചെറ്റ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ഒരുതരം... പ്ലീസ് ഡോണ്ട്. സോറി, സാർ. പിന്നെ ഇനിയിപ്പോ ഈ കേസല്ല,
ആരും ഫേസ് ചെയ്യാൻ ഭയപ്പെടുന്ന ഇതിനേക്കാളും ഭയങ്കരമായ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കൂ സർ, ഞാൻ ചെയ്യാം. പ്ലീസ് സർ, ഗിവ് മീ എ ചാൻസ്. ഷുവർ യു ക്യാൻ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നന്ദു, നിങ്ങളുടെ മതപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ മരിച്ചു നോക്കിയിട്ടില്ല സാർ. തമാശയല്ല, കാര്യം പറ. ഹിന്ദുക്കളുടെ വിശ്വാസം അതിപ്പോ സൽക്കർമ്മം ചെയ്തവർ സ്വർഗത്തിൽ പോവും, പാപികൾ നരകത്തിൽ, വേറൊരു കൂട്ടർ വീണ്ടും ജനിക്കും, പുനർജന്മം. ചിലര് പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും, പിന്നെ പാമ്പ്, പെരിച്ചാഴി, മാക്രി, മുള്ളം പന്നി, അങ്ങനെ അങ്ങനെ. അയാൾ എന്താ വന്ന് ചോദിച്ചത്? മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം എത്ര സമയം കാണുമെന്ന്, ഫോട്ടോസ് എടുക്കാൻ അത്രേ. എന്നോട് ഇത് ഇവിടെ വന്ന് പറയാൻ താൻ എങ്ങനെ ധൈര്യപ്പെട്ടു? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഞാൻ... സാർ എന്നെ കുറ്റപ്പെടുന്നത് എന്തിനാ? അറിഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവന്മാരെല്ലാം പ്ലാൻ ചെയ്തത്. CM ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാറിന് രക്ഷയുണ്ടാവില്ലെന്ന് കരുതി. എടോ, ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോ അങ്ങേര് കൊല്ലപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയാവോ? എന്തായാലും അവരാളെ വിട്ടു കഴിഞ്ഞു. അവിടെ ഒരു ബോംബും ഉണ്ട്. എന്റെ ദൈവമേ, എങ്കിൽ പെട്ടെന്ന് തടയണം, അല്ലെങ്കിൽ അപകടമാണ്. അല്ല, അതിപ്പോ... നോക്കി നിൽക്കാതെ വേഗം വേണ്ട ചെയ്യണോ? ഹലോ, DIG ഒന്ന് കണക്ട് ചെയ്യൂ, വേഗം വേണം. ഇതുവഴി കയറാൻ പറ്റില്ല, അതുവഴി എവിടെയാണവൻ? ഗ്രോസറി ഷോപ്പിനകത്ത് കയറിയിരിക്കുകയാണ് സാർ. സാർ, സ്ത്രീകളും കുട്ടികളും അടക്കം 5-8 പേരെ അവൻ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നു. മൈ ഗോഡ്. ആൻഡ് ഹീസ് ഹാവിംഗ് എ വെരി പവർഫുൾ ടൈം ബോംബ് വിത്ത് ഹിം. അവന്റെ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ ആരെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിച്ചാൽ എല്ലാം ചുട്ടി ചാമ്പലാക്കുമെന്നാണ് അവന്റെ ഭീഷണി. ഒരു ഏറ്റുമുട്ടലിൽ വെടിയേറ്റോ ബോംബ് പൊട്ടിയോ മരിച്ചാൽ 2 ലക്ഷത്തിന് 4 ലക്ഷം കിട്ടും. CM-നെ ആയിരുന്നു അവൻ ഉന്നം വെച്ചത്? ആയിരിക്കണം സാർ. ഞങ്ങളെ കണ്ട ഉടൻ അവൻ ഓടാൻ ശ്രമിച്ചു. ഞാൻ ചേസ് ചെയ്തപ്പോ രക്ഷപ്പെട്ട് ഇതിനകത്ത് വന്ന് കയറുകയായിരുന്നു. എന്താ ഈ മനുഷ്യൻ കാണിക്കുന്നത്? മിസ്റ്റർ ജെയിംസ്! സാർ, ജെയിംസ് സാർ, മിസ്റ്റർ ജെയിംസ്! എന്തു വേണം? കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം കൊണ്ട് വന്നതല്ല. ബോംബ് പൊട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തില് ഒരു പോലീസുകാരൻ കൂടി ഉണ്ടാവുന്നതിൽ വിരോധമുണ്ടോ? എന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് തന്റെ ഡിമാൻഡ്? 10 ലക്ഷം രൂപ, പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വാഹനം. ഓഹോ, ഒരിക്കലും നടക്കാത്ത ഡിമാൻഡുകളാണല്ലേ തന്റേത്? താൻ പിടിച്ചു വെച്ചിരിക്കുന്നത് വെറും സാധാരണക്കാരായ മനുഷ്യരെയാണ്. സാധാരണക്കാരൻ മരിക്കുമെന്ന് ഭയന്ന് സർക്കാർ തനിക്ക് രൂപ തരുമെന്നാണോ തന്റെ വിചാരം? ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. എന്നെ പിടിച്ചു വെച്ചിട്ട് ഈ പാവങ്ങളെ വിട്ടൂടെ? കൂടുതൽ സംസാരിക്കാൻ നേരമില്ല. നിങ്ങൾ വിവരമുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ വേഗം ചെന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കൂടെ. ആരും തന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്നുള്ളത് 100% സത്യമാണ് സുഹൃത്തെ. നിരപരാധികളായ ഇവരെ കൊന്നിട്ട് തനിക്ക് എന്താണ് നേട്ടം? തനിക്കും കാണുമല്ലോ ഒരു കുടുംബമൊക്കെ.
ഈ കടുങ്കൈ ചെയ്ത തന്റെ കുടുംബത്തെ സർക്കാരും ജനങ്ങളും വെറുതെ വിടുമെന്ന് താൻ കരുതുന്നുണ്ടോ? അയ്യോ മോളെ. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. അയ്യോ എന്റെ സാറേ, എങ്ങോട്ടാണ് പോകുന്നത്? അതിനകത്തുണ്ട്. സമാധാനം ഉണ്ടാക്കാം. കുഞ്ഞിനെ വേണം. അങ്ങോട്ട് മാറിക്കൂ, അങ്ങോട്ട് മാറിക്കൂ. എന്റെ മോളെ. തനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ജനങ്ങൾ അവനെ കല്ലെറിഞ്ഞ് കൊല്ലും. തന്റെ ഭാര്യയെ അവർ പേപ്പട്ടിയെ പോലെ തല്ലി ചതയ്ക്കും. ബോംബ് പൊട്ടിയാൽ താനും മരിക്കും സുഹൃത്തെ. ഇത്രയും കാലത്തെ ജീവിതം ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് അവസാനിപ്പിക്കണം. എത്ര നേരമായിട്ട് ഞങ്ങളെ കുരങ്ങൾപ്പിക്കാൻ സമയം? എന്റെ ഭാര്യയും കുട്ടികളാത്തോണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെടും. ഇവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സമാധാനമായിട്ടിരിക്കും, അങ്ങോട്ട് മാറിയിരിക്കും. ഒരു നിമിഷം ചിന്തിക്ക്. ഈ പാവങ്ങളുടെ ബന്ധുക്കള് പുറത്തലമുറയിടുകയാണ്. ഇവരുടെ ശാപമുണ്ടല്ലോ, തലമുറകളോളം തന്റെ കുടുംബത്തെ പിന്തുടരും. മരിക്കാനൊരു അവസരം തേടി വന്നതാണ് ഞാൻ. ഈ ബോംബൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ നിരപരാധികൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു പോയി. തന്നെ പോലീസ് പിടിക്കുമെന്ന് ഭയപ്പെടണ്ട, ഞാൻ രക്ഷിക്കാം. ഒരു മനോരോഗിയുടെ വിഭ്രാന്തിയായി ഞങ്ങളിത് ചിത്രീകരിച്ചോളാം. തന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. സർ, മിസ്റ്റർ ജെയിംസ്, അയാളുടെ കയ്യിലെ ബോംബ് ഇവിടെ. ബോംബ്